ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിതേനെ അന്വേഷിച്ചിട്ട് പ്രിയാമണിയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഇങ്ങനെ തീർത്തൊക്കെ തളിക്കുന്ന സമയത്ത് സ്വപ്നവലി വാതിൽ തുറന്നു വരുന്ന സമയത്താണ് നമ്മുടെ പ്രിയാമണി അവിടെ എത്തുന്നത്. പ്രിയാമണി വാതിലെ മുട്ടിട്ട് പറയുന്നുണ്ട്, സോറി രാവിലെ തന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചില്ല, ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാണ്. അപ്പൊ സ്വപ്നവലി പറയണ്ടേ, എന്തിനാ പ്രിയാമണി ഇങ്ങനെ ഫോർമാലിറ്റീസ് ഒക്കെ, ഇതും നിങ്ങളുടെ ഫ്ലാറ്റ് തന്നെയല്ലേ എന്നിങ്ങനെ പറയാണ്. അല്ല ഇഷിത എഴുന്നേറ്റില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇഷിത ഇഷിത എന്ന് പറയുമ്പോ, ഓ എഴുന്നേറ്റ് കാണില്ലല്ലേ, അവൾക്ക് ഭയങ്കര മടിയാണെന്ന് ഒരുങ്ങി എവിടെയെങ്കിലും ഒക്കെ പോവാനായിട്ട്. ഞാൻ പറഞ്ഞതാ ഇന്ന് ഒരുങ്ങി വേണം വരാനായിട്ട്, അതുകൊണ്ട് അവൾ ഒരുക്കം തുടങ്ങിയിട്ടുണ്ടാവുമല്ലേ. ഹാ അതെ അതെ എന്ന് പറയാണ്. സാരില്ല, ഞങ്ങൾ റെഡി ആവാൻ വേണ്ടി പോകാണ്, ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും വന്നാ മതി എന്ന് അവൾക്ക് പറഞ്ഞാൽ മതി. ശരി ഞാൻ അങ്ങനെ പറഞ്ഞോളാം പ്രിയാമണി എന്ന് സ്വപ്നവലി പറഞ്ഞിട്ട് അകത്തേക്ക് കയറുക കേട്ടോ. അതിനുശേഷം മാഷിനോടും മഹേഷിനോടും സ്വപ്നവലി പറയുന്നുണ്ട്, പ്രിയാമണി പുറത്തുണ്ടായിരുന്നു, ഇവിടെ മുട്ടി വിളിച്ചായിരുന്നു, എന്നോട് പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇഷിതെടുത്ത് റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറയാൻ. ഞാൻ ആന്നൊക്കെ പറഞ്ഞു, എവിടെയാ ഇഷിത, ഞാനിപ്പോ എന്താ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോ രാമനാഥൻ പറയണ്ട്, എന്ത് പറയാനാ മഹേഷ്, നീ എന്ത് പറയുന്നു? ഞാനാണല്ലോ അച്ഛൻ എല്ലാത്തിനും കാരണം. അയാളെ ഈ ഒരു ധർമ്മസങ്കടത്തിലാക്കാൻ കാരണം ഞാനാണല്ലോ. അയാൾ എവിടെയാണെന്നോ ഒരു പിടിയും കിട്ടുന്നില്ല, ഒരു വിവരവും ഇല്ല, ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. ഇനിയിപ്പൊ കാത്തിരുന്നിട്ട് കാര്യമില്ല അച്ഛാ, സത്യങ്ങളൊക്കെ എല്ലാവരോടും അറിയിക്കേണ്ട സമയമായി. സത്യങ്ങളൊക്കെ എല്ലാവരും പറയാ അച്ഛന്ന് പറയാണ്. എല്ലാ മോനെ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയാമണിക്ക് മാഷിന് അത് സഹിക്കാൻ പറ്റില്ല. പക്ഷെ സത്യങ്ങളൊക്കെ അവരെപ്പോഴാലും അറിയണ്ടേ, നമ്മളിപ്പൊ തന്നെ ഒത്തിരി വൈകിപ്പോയെന്നാ തോന്നണത്. എന്തായാലും അച്ഛൻ വാ, ഞാനും അച്ഛന്റെ കൂടെ വരാം, നമുക്ക് സത്യങ്ങളൊക്കെ അവരോട് തുറന്നു പറയാം എന്ന് പറയാണ്. അങ്ങനെ രാമനാഥനും മഹേഷും കൂടിയിട്ട് വാതിലേ മുട്ടാണ്. മാഷാണ് വാതിൽ തുറക്കണത്. ആഹാ, വാ വാ കേറി വാ, അല്ല ഇഷിത വന്നില്ലേ? ഞങ്ങളെല്ലാരും റെഡിയായിട്ട് കാത്തിരിക്കാട്ടോ. അത് ഒരു പ്രശ്നമുണ്ട് മാഷെ എന്ന് മഹേഷ് പറയാ. പ്രശ്നമോ? എന്ത് പ്രശ്നമാന്ന് ചോദിക്കാണ്. അത് എന്താ രാമ, എന്താ പ്രശ്നം? ഇഷിത, എന്റെ മോൾക്ക് എന്ത് സംഭവിച്ചു? ഇഷിതനെ കാണുന്നില്ല മാഷെ. കാണുന്നില്ലെന്നോ? അവളെവിടെ പോവാനാ? ഹോസ്പിറ്റലിൽ ഇന്നലെ വന്നില്ലേ അവള്? ഇന്നലെ ഹോസ്പിറ്റലിൽ ലീവ് ആയിരുന്നല്ലോ. മഹേഷ് അവിടെ നിന്ന് ഔട്ടിങ്ങിന് പോയായിരുന്നല്ലോ. അതെ, ഔട്ടിങ്ങിന് പോയിട്ട് പിന്നെ അവർ ഹോസ്പിറ്റലിൽ എങ്ങാനും പോയോ? എന്താ രാമ നിങ്ങൾ പറയണതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സമയം ഇത്രേ, ഇഷിത വന്നിട്ടില്ലെന്ന്. പിന്നെ ഇഷിത എവിടെ പോയി എന്ന് ചോദിക്കാണ്. അപ്പൊ അത് കേട്ട് പ്രിയാമണി വരുന്നുണ്ട്. എന്താ മാഷെ, കേട്ടില്ലേ പ്രിയ പറയണത്? ഇഷിത അവിടെ ഇല്ലെന്ന്, അവള് വീട്ടിൽ വന്നിട്ടില്ലെന്ന്. എന്റെ മോള് വന്നിട്ടില്ലെന്നോ? അപ്പൊ മോൾ അവിടെ ഉണ്ടെന്ന് സ്വപ്നവല്ലി പറഞ്ഞതോ? അത് പ്രിയാമണിക്ക് വിഷമോച്ച് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ ഇഷിതയും മഹേഷ് തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു റെസ്റ്റോറന്റില്. ഇഷിത പിണങ്ങി ഇറങ്ങിപ്പോയത്. അതിനുശേഷം ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്റെ മാഷേ, ഇവര് പറഞ്ഞത് കേട്ടില്ലേ? ഇല്ല മാഷേ, ഇവര് പറഞ്ഞതൊക്കെ നുണയാ മാഷേ. ഇവര് പറഞ്ഞതൊന്നും വിശ്വസിക്കരുത്. നമ്മുടെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് മാഷെ, ഇവര് നുണ പറയാ. മാഷത് വിശ്വസിക്കരുതോ? സത്യം പറ രാമേട്ടാ, എന്റെ മോൾ എവിടെ പോയി? സ്വപ്നവല്ലി സത്യം പറ, എന്റെ മോളെ നിങ്ങൾ കൊന്നോ? എന്തൊക്കെയാ പ്രിയാമണി നിങ്ങൾ ഈ പറയണത്? അങ്ങനെ ഞാൻ ചെയ്യോ? എന്റെ മോന്റെ ഭാര്യയല്ലേ എന്ന് പറയാണ്. ഭാര്യ എന്നൊക്കെ നിങ്ങൾക്ക് ബോധമുണ്ടോ? അവളെ എപ്പോഴും കഷ്ടപ്പെടുത്താറല്ലേ നിങ്ങളുള്ളൂ. അവൾ എന്തിനും നിങ്ങളെ പറയാറുണ്ടോ, നോവിക്കാറുണ്ടോ? പക്ഷെ അവളെ ഒരുപാട് അനുഭവിക്കണത് എനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവളവിടെ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ ചിപ്പി ഉള്ളതുകൊണ്ട് മാത്രം അവളവിടെ പിടിച്ചു നിൽക്കുന്നത്. എന്റെ മോൾക്ക് എന്താ സംഭവിച്ചെന്ന് വായ തുറന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. അപ്പോഴേക്കും സ്വപ്നവല്ലിയും രാമനാഥനും മഹേഷും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, കാണാനില്ല. എനിക്ക് അറിയില്ല. എന്നിട്ട് നിങ്ങൾ എപ്പോഴാണോ ഇത് പറയണത് എന്ന് മാഷ് ചോദിക്കുമ്പോ, പറ്റിപ്പോയി മാഷെ എന്ന് രാമനാഥൻ പറയാണ്. പെട്ടെന്ന് തന്നെ രാമനാഥന്റെ ഷർട്ടിനെ കയറി കുത്തിനെ പിടിക്കാട്ടോ മാഷെ. എന്താണ് രാമനാഥ, തന്നെ എന്റെ കൂട്ടുകാരനായിട്ടും ആത്മസുഹൃത്തായിട്ടും അല്ലേ ഇവിടെ കൊണ്ടു നടന്നത്? താൻ ഒരുപാട് രഹസ്യങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടാ ഈ കല്യാണം നടത്തത്. വിനോദ് എന്ന് പറഞ്ഞ രഹസ്യം അത് പിന്നെ പോട്ടെ എന്ന് വെച്ചു. പക്ഷെ എന്റെ മോളുടെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് വല്ലാത്ത ക്രൂരതയാണ്. ആരും എന്റെ മോളെ അന്വേഷിച്ചു പോകണ്ട, ഞാൻ പോകും എന്റെ മോളെ അന്വേഷിച്ചിട്ട് എന്ന് മാഷ് പറയാണ്. ശേഷം രഘുവിനെ വിളിക്കുന്നുണ്ട്. രഘുവിനോട് പറയണ്ട്, മോനെ ഇഷിതനെ കാണുന്നില്ലെന്ന് പറയാണ്. ഇഷിതനെ കാണുന്നില്ലെന്നോ? എന്തൊക്കെയാ മാഷി പറയണത്? എന്താ സംഭവിച്ചത്? ചെറിയൊരു കുടുംബ പ്രശ്നം, അവൾ ഇന്നലെ മുതൽ വീട്ടിൽ വന്നിട്ടില്ല, എന്നിട്ട് ഇപ്പോഴാണ് പറയണത്? ഞങ്ങൾ ഇപ്പോഴാ രഘു അറിഞ്ഞത്. ശരി മാഷ് ഒന്നും കൂടി വിഷമിക്കണ്ട, ഞാൻ എന്റെ ഭാഗത്തുനിന്ന് അന്വേഷിക്കാം, രഹസ്യമായിട്ട് ഞാൻ അന്വേഷിക്കാം എന്ന് പറയാണ്. അതിനുശേഷം മാഷും പ്രിയാമണിയൊക്കെ ആകെ വിഷമിച്ചിരിക്കാട്ടോ. അപ്പോഴാണ് അപ്പുറത്തെ നമ്മുടെ ഫ്ലാറ്റില് നമ്മുടെ രാമനാഥനും സ്വപ്നവലി മഹേഷും അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട്. പോയി കഴിഞ്ഞിട്ട് അവർ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കഥകിൽ ആരോ വന്ന് മുട്ടുകയാണ്. പ്രിയാമണി അല്ലെങ്കിൽ മാഷായിരിക്കും എന്ന് സ്വപ്നവലി പറയാണ്. രാമനാഥൻ പറയുന്നുണ്ട്, അവരെന്ത് പറഞ്ഞാലും നമ്മളത് കേൾക്കണം, അത് കേൾക്കാൻ ബാധ്യസ്ഥരാണല്ലോ നമ്മള് എന്ന് പറഞ്ഞിട്ട് വാതിൽ തുറക്കുമ്പോ ഞെട്ടിപ്പോവാണ്. ദേ നിൽക്കുന്നു ഇഷിതനെ കാണുന്നത് ചിപ്പി ഓടിപ്പോയി കെട്ടിപ്പിടിക്കട്ടോ. അമ്മ എന്ന് പറഞ്ഞ് അമ്മ എവിടെയായിരുന്നു അമ്മ എന്ന് ചോദിക്കുകയാണ്. മോള് വിഷമിച്ചോ? പിന്നെ വിഷമിക്കാതെ, എന്റെ അമ്മേനെ അന്വേഷണം എത്രമാത്രം
വിഷമിച്ചെന്ന് അറിയാവോ? അമ്മ എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ. അപ്പൊ സ്വപ്നവല്ലി വരുന്നുണ്ട്. മോൾ എവിടെയായിരുന്നു? ഞങ്ങളൊക്കെ എത്രമാത്രം വിഷമിച്ചെന്ന് അറിയാവോ എന്ന് പറയുമ്പോ ഇഷിത ഒന്നും തന്നെ മിണ്ടുന്നില്ല. ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. ശേഷം മഹേഷ് അവിടെ പ്രിയാമ്മടുത്തും അതുപോലെ തന്നെ മാഷിനോട് പറഞ്ഞു ഇഷിത വന്നിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ എല്ലാവർക്കും കുറച്ച് സമാധാനവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. പക്ഷെ ഇഷിത സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇഷിത വേറെ എവിടെയല്ല പോയിരിക്കുന്നത്, വിനോദിനോട് സത്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ വിനോദ് അറിയാലോ, ഈ ഇടയ്ക്ക് വിനോദ് പറഞ്ഞ മഹേഷിന്റെ മകനാണെന്നുള്ള സത്യം വിനോദ് പറഞ്ഞതാണ്. അത് മാത്രമല്ല വിനോദ് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് രഹസ്യമായിട്ട് നമ്മുടെ ആകാശ് വിനോദിനോട് പറഞ്ഞ കാര്യമാണ്. വേറൊന്നല്ല, ആദിനെ വണ്ടി ഇടിപ്പിച്ചത് ആകാശാണെന്നുള്ള സത്യം. ആ സത്യം നമ്മുടെ വിനോദാണ് ഇഷിത അടുത്ത് പറഞ്ഞു കൊടുക്കണത്. അങ്ങനെ ഇഷിത ആ സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. തന്റെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ടല്ലേ രചനയും ആകാശം ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ കുടുംബജീവിതം തകരാൻ പോണത് ശരിക്കും രചനയുടെ ആകാശിന്റെയാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് ഇഷിത. അങ്ങനെ ഇഷിത കുടുംബക്ഷേത്രത്തിലൊക്കെ ഒന്നും പോകുന്നില്ല കേട്ടോ. ഇഷിത നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഹോസ്പിറ്റലിൽ എത്തിയ രചന ആദ്യം വിളിക്കണത് ഇഷിത ആദ്യം വിളിക്കണ രചനേനെയാണ്. ഹലോ എന്ന് പറയുമ്പോ ഹലോ, നീ എവിടെയാ? നീ വീട്ടിലെത്തിയോ? എന്തു പറഞ്ഞു നിന്റെ ഭർത്താവിനെ കുറിച്ച്? ഇപ്പോ നിനക്ക് ഭർത്താവിനെ പുകഴ്ത്താൻ എന്തായിരുന്നു ഒരു നാവ്. ഞാൻ അപ്പോഴേ പറഞ്ഞേ മഹേഷിനോട് ഒരു പെണ്ണുങ്ങളും ജീവിക്കില്ലെന്ന്. അവൻ വെറും ഒരു പാഴാണ് ഇഷിത. നീ പോയി രക്ഷപ്പെട്. നിനക്ക് ഇപ്പൊ നല്ലൊരു ജോലിയുണ്ട്, സാമ്പത്തിക സ്ഥിതിയുണ്ട്. പിന്നെ നീ എന്തിനാ മഹേഷിനെ ഡിപ്പെൻഡ് ചെയ്യണത്? ചിപ്പിയാണ് റീസണെങ്കിൽ ചിപ്പിനെ നീ എടുത്തോ, എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ ഫ്ലാറ്റ് നീ ചിപ്പിനെ നോക്കിയാൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ മഹേഷിന്റെ കൂടെ ചിപ്പിനെ നിർത്തരുത്, നീയും നിൽക്കരുത്. നിങ്ങളുടെ കുടുംബം തന്നെ തകരും എന്ന് പറയാണ്. ഇഷിത പറയുന്നുണ്ട്, അതെ, നിന്റെ ഉപദേശം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത്. നിന്റെ മകനാണ് ആദ്യം എന്നുള്ള സത്യം ഞാൻ എല്ലാം അറിഞ്ഞു, ശരി തന്നെയാണ്. പക്ഷെ നീ അറിയാത്ത വേറൊരു സത്യം ഉണ്ട് ആദിനെ കുറിച്ച്. അതെന്താ നിനക്ക് അറിയാവോ? ഇല്ല, എന്നാ നീ അറിയണം. ആദിക്ക് ഒരാഴ്ച മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ചല്ലോ. ആ ആക്സിഡന്റ് എങ്ങനെയാ സംഭവിച്ചെന്ന് നിനക്കറിയാവോ? ആകാശാണ് അവനെ വണ്ടി ഇടിപ്പിച്ചത്. അവനെ ചികിത്സിച്ച് അസുഖം മാറ്റിയത് ഈ ഞാനാണ് എന്ന് പറയാണ്. അതൊക്കെ കേട്ട് നമ്മുടെ രചനക്ക് ഷോക്ക് ആവാണ്. അങ്ങനെ ആ വീഡിയോ നമ്മുടെ ഇഷിത അയച്ചു കൊടുക്കുന്നുണ്ട്, ആകാശിനെ വണ്ടി ഇടിക്കുന്ന വീഡിയോ. അങ്ങനെ രചന സത്യങ്ങളൊക്കെ അറിയാണ്. രചന ആകാശിന്റെ കുത്തനെ പിടിക്കുന്നുണ്ട്. നിങ്ങൾ അപ്പന്റെ കുടുംബജീവിതം തകർക്കായിരുന്നല്ലേ? മഹേഷിനെ തോൽപ്പിക്കാനുള്ള ഒരു ഉദ്ദേശം മാത്രമുള്ള നിങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കല്യാണം പോലും കഴിക്കാത്തത്. എന്റെ മോനെ നിങ്ങൾ ബലീഡാക്കാണ്. ഇതിനെ സമ്മതിക്കില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആകാശം ശരിക്കും പൊട്ടിത്തെറിച്ചു പോയിട്ട് ആകാശം എന്തോ ജയിച്ചെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണല്ലോ. പക്ഷെ അതൊന്നുമല്ല, ശരിക്കും അപ്പോഴും ജയിച്ചത് മഹേഷും ഇഷിതയും തന്നെയാണെന്ന് ആകാശം മനസ്സിലാക്കുകയാണ്. ആകാശം വിചാരിക്കേണ്ട എപ്പോഴും ജയം എന്റെ ഭാഗത്തെന്ന് ഞാൻ വിചാരിക്കും, സന്തോഷിക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് തന്നെ അത് എന്റെ നേരെ തന്നെ തിരിഞ്ഞു കുത്തുവാണല്ലോ ഈശ്വര എന്നൊക്കെ ആകാശം വിചാരിക്കുകയാണ്. എന്തായാലും ഇഷിതയും മഹേഷും അല്ല പിരിയാൻ പോണത്, ആകാശം രചനയാണ് പിരിയാൻ പോണത്. അത് മാത്രല്ല നമ്മുടെ ആദ്യം ഈ സത്യം അറിയുന്നുണ്ട്, ആകാശാണ് വണ്ടി ഇടിപ്പിച്ചെന്നുള്ള സത്യം. എന്തായാലും അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്തായാലും തിരിച്ച് നല്ല മറുപടി ആകാശിനെ കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.